അപ്പൊ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ബാങ്കോക്ക് ട്രിപ്പാണ്. രാവിലെ തന്നെ നമ്മള് ഇറങ്ങുവാണ് റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. നമുക്ക് ഇന്ന് സൈറ്റ് സീയിങ് ആണ്. അപ്പൊ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങോട്ടൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് എന്താണ് എന്നൊക്കെയാണ് ഗൈഡ് രാവിലെ തന്നെ പറഞ്ഞു. പിന്നെ ബാങ്കോക്ക് ഗവൺമെന്റ് എങ്ങനെയാണ്, ബാങ്കോക്കിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓണ വഴിക്കാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഓഫീസ് കണ്ടിരിക്കുന്നത് ബാങ്കോക്കിലെ. അപ്പൊ നമ്മൾ നേരെ ഇന്ന് ആദ്യം ഫസ്റ്റ് പോകുന്നത് ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. അപ്പൊ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റോൾസ് ഉണ്ട്. ഹെയർ ആക്സസറീസിന്റെ, ഹോം ഡെക്കോസ്, ക്ലോത്ത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോ നേരെ എൻട്രൻസ് കയറി ടെമ്പിളിന്റെ അങ്ങോട്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്തൊരു വ്യൂ ആണിത്. അപ്പോ പോകുന്ന വഴിക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കും. ഈ ടെമ്പിളിൽ കയറുന്നവർക്ക് മാഗ്നറ്റ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ മേടിക്കുക. നമ്മുടെ ഗൈഡ് പോയി ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പോയതാണ്. ആ ടൈമിൽ എടുത്തൊരു ചെറിയ ക്ലിപ്പാണ്. ഇതാണ് ടെമ്പിളിന്റെ വ്യൂ. ഈ ടെമ്പിളിൽ എന്തായാലും ബാങ്കോക്കിൽ വരുന്നവർ പോവുക. അപ്പോൾ ഞങ്ങൾ ഇതാ കയറുകയാണ് എൻട്രൻസ് വഴി. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പിൾസിൽ പോകണമെങ്കിൽ ഒരു ഡ്രസ് കോഡുണ്ട്. ആ ക്ലോത്ത് കോഡ് അനുസരിച്ച് നമുക്ക് ടെമ്പിൾസിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇവിടെ കണ്ട മണികളിൽ ഇങ്ങനെ ആൾക്കാർ മണിയടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡ്രസ് കോഡ് അറിയില്ലെങ്കിൽ അവിടെ 20 ബാത്ത് കൊടുത്ത് ഷോൾ മേടിച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ടെമ്പിൾസിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല ചൂടാണ് കേട്ടോ. അതാ വേഗം ഓടി കയറുന്നത്. അപ്പൊ ഇതാണ് ടെമ്പിളിന്റെ അകത്തോട്ടുള്ള ഭാഗങ്ങൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല പീസ് ഓഫ് മൈൻഡ് കിട്ടും നമുക്ക്. ഈ ടെമ്പിളിന്റെ പ്രത്യേകത ബുദ്ധനെ ഉണ്ടാക്കിയിരിക്കുന്ന ഗോൾഡിലാട്ടോ. അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നേരെ ബസ്സിൽ വന്ന് കയറി അടുത്ത ടെമ്പിളിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ചൈന ഗേറ്റ് കണ്ടു കേട്ടോ. ഇവര് ചൈന റിലേറ്റഡ് ചെയ്തിട്ട് ഇവർക്ക് ഒരു ചൈന ഗേറ്റ് ഇവിടെ പണിതുണ്ട്. ചൈന ടൗൺ തന്നെ ഉണ്ട് ഇവർ ബാങ്കോക്കില്. അപ്പൊ നമ്മൾ അടുത്ത് പോകുന്നത് മാർബിൾ ബുദ്ധ ടെമ്പിളിലേക്കാണ്. അപ്പൊ ഇതാണ് മാർബിൾ ബുദ്ധ ടെമ്പിൾ. ഇത് ഇവരുടെ കിങ് മാർബിൾസ് ഇമ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ടെമ്പിൾ ആണ് ബുദ്ധന്റെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ നല്ല ഭംഗിയാണ്, നല്ല ചൂടുമായിരുന്നു കേട്ടോ. വേറെ കാര്യം, നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ട് എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേഗം ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് അടുത്തത് പാലസിലേക്കാണ്. പാലസ് ആൻഡ് എമറോൾഡ് ബുദ്ധ ടെമ്പിൾ. അപ്പൊ നിങ്ങൾ ഓർക്ക് ഇത് എന്താ ബുദ്ധ ടെമ്പിൾ മാത്രം വേറെ ഒന്നല്ല, ഇവര് കൂടുതൽ വിശ്വസിക്കുന്ന ബുദ്ധനെയാണ്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഷെയ്ഡ്സ് ഒക്കെ വെച്ച് കണ്ടത് വേറെ ഒന്നല്ല, നല്ല ചൂടാണ് കേട്ടോ. ക്യാപ്പും ഷെയ്ഡ്സ് ഒക്കെ എടുത്തോണ്ട് പോവുക, കുടയും കരുതുക, മഴയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പോയപ്പോൾ മഴയും ചൂടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ടെമ്പിളിലേക്ക് എത്തി, പാലസിലേക്കും. നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് വേണം, എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് എൻട്രി കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. എനിക്കും കിട്ടി ടിക്കറ്റ്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂസ് ആണ് എടുത്തത്. കാരണം നമുക്ക് ടെമ്പിളിന്റെ അകത്ത് വ്യൂസ് എടുക്കാൻ പാടില്ല എന്നാണ് ഫോൺസ് ആൻഡ് ക്യാമറാസ് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്സ് ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ലത് ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾ എപ്പോഴേലും ബാങ്കോക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒക്കെ പോയി വിസിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും. കാരണം ഞങ്ങൾ അത്രയും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന വഴിക്ക് ഗൈഡ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്ന് ഞങ്ങളെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കേട്ട് നേരെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ഇങ്ങനെ വോളിൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ എൻട്രൻസിലെത്തി കാണുന്നതാണ് നമ്മുടെ പാലസ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്കൊരു 15 മിനിറ്റ്സ് ആ പാലസിന്റെ അവിടെ കറങ്ങാനൊക്കെ കിട്ടി. അമ്പലത്തിൽ പോയി കുറെ നേരം ഇരുന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോണ്. ഓൾറെഡി നല്ല ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പോണ വഴിക്ക് നിങ്ങൾ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടോ. വേറെ ഒന്നല്ല, അവിടുത്തെ പ്രിൻസസിന്റെ ബർത്ത്ഡേ ആണ്. ക്യൂവിന്റെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കാണ് റോഡൊക്കെ. നേരെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള പ്ലാൻസ് ഒക്കെ നമ്മുടെ ഗൈഡ് റെയിനി പറഞ്ഞു തന്നു. വേറെ ഒന്നല്ല, നമുക്ക് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ വാട്ടർ ഗേറ്റ് പവലിയനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നായിരുന്നു നമ്മുടെ ലഞ്ചും. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഷോപ്പിങ്ങിന് കയറി. ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ബാഗ്സ്, ക്ലോത്ത്സ്, ഹോം ഡെക്കോസ് കാര്യങ്ങളൊക്കെ കാണും. ഭയങ്കര അഫോർഡബിൾ ബഡ്ജറ്റാണ് നമുക്ക് വാട്ടർ പവലിയൻ്റെ അകത്ത്. അപ്പോൾ വാട്ടർ ഗേറ്റ് പവലിയൻ്റെ അകത്ത് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പരതി നടന്ന നേരെ ഞങ്ങൾ അതിന്റെ പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങി നേരെ ഞങ്ങൾ അടുത്തത് പോകുന്നത് പ്ലാറ്റിനം ഷോപ്പിംഗ് മാളിലാണ് കേട്ടോ. വെറുതെ ചുമ്മാ കറങ്ങി നടക്കല്ലോ, നമുക്ക് എന്തായാലും ഷോപ്പിംഗ് ടൈമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഫുൾ ഫ്ലോർ ഒക്കെ കയറി മുകൾ വരത്ത് താഴെ വരെയൊക്കെ പോയി വെറുതെ കറങ്ങി നടന്നു. അതിനെ കുറെ നടന്ന് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസിൽ എത്തിയിരിക്കുന്നത് പെർഫ്യൂംസ്. എനിക്ക് ഏറ്റവും ഭ്രാന്താണ് പെർഫ്യൂംസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് കുറച്ച് ക്ലിപ്പ് എടുത്താണ്, കാരണം അത്രയും ഭ്രാന്തായതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നൊവൽറ്റ പ്ലാറ്റിനത്തിൽ പോയി. പ്ലാറ്റിനം പോയപ്പോൾ സൈഡിൽ കൂടെ ഫുള്ള് തായ് സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞങ്ങള് തായ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് കൂടാണ്ട് ഇവരുടെ കരിക്ക് കുടിച്ചു കേട്ടോ. നല്ല നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ ഇവരുടെ കരിക്ക് കുടിക്കണം. നല്ല അകത്തോട്ട് ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നും കേട്ടോ. പോകുന്നവരെന്തായാലും
ഒന്നെങ്കിലും കരിക്ക് കുടിച്ച് നോക്കണം. ഇവരുടെ റേറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ റേറ്റ് നോക്കരുത്, നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിക്കണം. അപ്പം നമ്മളിതാ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ഡ്രസ്സുകളും കാര്യങ്ങളും ഡ്രസ്സിന്റെ ഷോപ്പും മാത്രമാണ്. പക്ഷെ ഭയങ്കര കത്തിയാണ്, നമുക്ക് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കണ്ട് അതൊക്കെ കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നേരെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്റ്റെപ്പ് വഴിയാട്ടോ. മറ്റേ റോഡ് നമ്മുടെ നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയാണ്, ഇവരുടെ ക്രോസിങ് അടിപൊളിയാണ്. പിന്നെ നേരെ ബസ്സുള്ളടത്ത് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു, നാളത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ അവിടെ അങ്ങനെ നേരെ നമ്മൾ ഡിന്നറിന് പോയി. നാടൻ ഫുഡ്, നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് പിറ്റേ ദിവസം എന്താണെന്ന് കാണാൻ വേണ്ടി. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് ഉടനെ വരെ. ബായ്.